നിങ്ങളുടെ കോഴികൾ പരസ്പരം കൊത്തുകൂടുന്നുണ്ടോ? ചിലപ്പോൾ ഈ അപ്പുറം കൊത്തു കഴിഞ്ഞിട്ട് തൂവലിങ്ങനെ പറിച്ചെടുക്കും. കൂട്ടിൽ ചിലപ്പോൾ ഫുള്ള് തൂവലായിരിക്കും, ചിലപ്പോൾ അവിടുന്ന് രക്തം വീഴുന്നുണ്ടാവും. ഇത് വെറും കോഴികൾ തമ്മിലുള്ള വഴക്ക് മാത്രമല്ല കേട്ടോ, ഇതിന് പിന്നിൽ ചില പ്രധാന കാരണങ്ങളുണ്ട്. അവ നിങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഈ കോഴികൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടാവും, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടും ഈ കോഴികൾ എന്തിനാണ് അപ്പുറം കൊത്തുകൂടുന്നതെന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ച് പൈസയിലാക്കിയിട്ട് കോഴീനെ വാങ്ങും. കോഴീനെ വാങ്ങി കൂട്ടിക്കൊണ്ടുപോയിട്ട് ഏകദേശം 1-2 മാസം ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് മുട്ടയിടാനാകുന്ന സമയം നമ്മൾക്ക് ഇവർ അപ്പുറം കൊത്തുകൂടിയിട്ട് എന്താ പറയണ്ട ആകെ അലങ്കോലായിരിക്കും. പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, കാരണം ആദ്യം തൂവല പോയിട്ടുണ്ടാവും, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ആ മൂട്ടിൽ നിന്നൊക്കെ ചോരയും എന്താ പറയുക ബ്ലഡൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയിട്ട് പിന്നെ നമുക്ക് തന്നെ കാണുമ്പോൾ ആ കോഴിനെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിപ്പോവും. അത് പല ആൾക്കാർ വിളിക്കും നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇത്. കാരണം ചിലപ്പോൾ കരഞ്ഞു പോകും, കാരണം നമുക്കിത് ഫുൾ ടൈം ഇവരെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അവിടുന്ന് എന്താ പറയണ്ടേ, ചിലപ്പോൾ നമ്മൾ ആ കൂട്ടിനടുക്ക പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ അനങ്ങാണ്ടിരിക്കും. പക്ഷെ എന്നാലും നമ്മളൊന്ന് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അവർ അപ്പുറം കൊത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും എല്ലായിട്ട് ഗുലുമലാക്കി വെക്കും കൂട്ടിൽ. അപ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും കോഴി കർഷകർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്ന് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ നോക്കാം. ഇതിലേതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആ കൂട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫുള്ളൊന്ന് എന്താ പറയുക ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ഈ കോഴികൾ കൊത്തുന്ന കാര്യങ്ങൾ നമുക്ക് പരമാവധി ക്ലിയർ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കൂട്ടിലെ സ്ഥലക്കുറവാണ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു 10 കോഴിൻ്റെ കൂടായിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വാങ്ങുമ്പോൾ ഒരു 15 കോഴിനെ വാങ്ങിയിട്ട് ആ കൂട്ട് കൊണ്ടുപോയിടും. അവസാനം ഇവർക്ക് നിന്ന് ഇരിയാൻ മര്യാദയ്ക്ക് സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ആകെ ഒരു എന്താ പറയുക അവർക്ക് മാനസികമായിട്ടൊരു സമ്മർദ്ദം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സമയം, ഈ സ്ഥലക്കുറവ് ഉണ്ടാകുന്ന സമയം ഇവർ അപ്പുറം കൊത്തുകൂടാൻ തുടങ്ങും. പരസ്പരം ആക്രമിച്ചിട്ട് ആദ്യം തൂവൽ കൊത്തിപ്പറിക്കും, പിന്നെ ബ്ലഡ് വരാൻ തുടങ്ങും. ഈ ഒന്നാമത് ഈ ബ്ലഡിൻ്റെ ഒരു അംശം അവിടെ കണ്ടിട്ടുണ്ട്, പിന്നെ അവർ ബ്ലഡ് മാത്രമല്ല ചോപ്പിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ട്, അവർ അവിടെ കൊത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ കൂട് എപ്പോഴും നമ്മളതൊന്ന് കൃത്യമായിട്ട് നോക്കണം. നമ്മൾ ഈ കൂടിൽ അവർക്ക് നിൽക്കാനുള്ള ഒരു എന്താ പറയുക സ്പേസ് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഒരു കോഴിക്ക് മിനിമം ഒരു 2 സ്ക്വയർ ഫീറ്റെങ്കിലും ഒരു കോഴിക്കുള്ള സ്പേസ് അവിടെ ഉണ്ടാവുമെന്ന് നമ്മളെപ്പോഴും അത് ഉറപ്പ് വരുത്തണം. മെയിനായിട്ട് ഇത് ലിറ്റർ സിസ്റ്റത്തിലൊക്കെ വരിക കേട്ടോ. നമ്മൾ തറയിലൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് മറ്റേ അറക്കപ്പടിയൊക്കെ വിരിച്ച് കോഴിനെ വളർത്തുന്നില്ലേ, അവിടെയാണ് ഞാൻ മിനിമം ഒരു 2-2.5 സ്ക്വയർ ഫീറ്റൊക്കെ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മളെ കേജ് സിസ്റ്റത്തിനാണെങ്കിൽ അതിൻ്റെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ. പിന്നെ വേറൊരു കാരണം എന്ന് പറയുന്നത് നമ്മളെ വെള്ളത്തിൻ്റെ കുറവാണ്. ഇപ്പോൾ നമ്മൾ കൂട്ടിൽ വെള്ളം കുറയുമ്പോൾ ഈ കോഴികൾക്ക് വെച്ചാൽ ചിലപ്പം ഭയങ്കരമായിട്ട് ഒരു അസ്വസ്ഥരാകും അവർ. അപ്പോൾ അങ്ങനത്തെ ഒരു സമയം ഇവർ കൊത്തുകൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനുള്ള ഏക പരിഹാരമാകാൻ നിങ്ങൾക്കറിയാം, അതായത് എപ്പോഴും ശുദ്ധമായ വെള്ളം കൂട്ടിൽ ഉണ്ടാവണം, പ്രത്യേകിച്ചിട്ട് വേനൽക്കാലത്ത്. പിന്നെ അടുത്തൊരു കാരണം എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും ഒരു കോഴിക്ക് എന്തെങ്കിലും ചെറിയൊരു പരിക്കോ കാര്യങ്ങളോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. ചിലപ്പം കോഴികൾ തമ്മിൽ കൊത്തിയതായിരിക്കും, ചിലപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ എങ്ങനെയെങ്കിലും ആയിട്ട് മുറിവോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു രക്തത്തിൻ്റെ ഇത് അവിടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവരെന്ത് ചെയ്യുക വെച്ചാൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അവിടെ പോയി ഇങ്ങനെ കൊത്താൻ തുടങ്ങും. ഞാൻ പറഞ്ഞല്ലോ ബ്ലഡിൻ്റെ അംശം അല്ലെങ്കിൽ ഒരു ചുവപ്പ് കളർ അങ്ങനെ എന്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ കോഴികൾക്ക് കൊത്തുന്നൊരു പ്രവണത ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവർ നല്ലോണം അവിടെ പോയി കൊത്തി പരിക്കേൽപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പരിക്കേറ്റ കോഴി കൂട്ടിലുണ്ടെങ്കിൽ ആദ്യം അവരെടുത്ത് അവിടെ നിന്ന് മാറ്റുക, എല്ലാം ഒന്ന് റെഡിയാകുന്നവരെ. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ പുതിയ കോഴികളെ കൂട്ടത്തിലേക്ക് ചേർക്കൽ. അത് നോർമലായിട്ട് ഉണ്ടാവുന്നതാണ്. അതൊരു എന്താ പറയണ്ടേ നമ്മൾ ഈ പറഞ്ഞ കാരണത്തിൽ നിന്ന് പെടുന്നില്ല. അത് നോർമലായിട്ട് ഈ കോഴികൾക്കുള്ളൊരു അവസ്ഥയാണ്. നമ്മൾ പുതിയ ഒരു കോഴികളെ നമ്മളെ കൂട്ടിലേക്ക് കൊണ്ടേ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാലും അപ്പുറം കൊത്തുകയും ഒന്ന് ലെവലാകുന്ന വരെ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കോഴീനെ ഫസ്റ്റ് ഡയറക്റ്റായിട്ട് ആ കൂട്ടുകൊണ്ട് ഇറക്കാണ്ട് ചെറിയ ഏതെങ്കിലും ഒരു കൂട്ടിലിട്ടിട്ട് അവരിലൊന്ന് ഒരാഴ്ച ആ കൂട്ടിൽ വെക്കുക, ഒന്നിൽ അപ്പുറം ഒന്ന് പരിചയപ്പെടുന്നവരെ. അതിനുശേഷം പിന്നെ പതുക്കെ പുറത്തേക്ക് ഇളക്കി നോക്കുക. ആ സമയം നമ്മളും കൂട്ടിലുണ്ടാവണം. അപ്പോൾ ഏകദേശം ഒന്ന് ലെവലായി കഴിഞ്ഞാൽ പിന്നെ വലിയ അപ്പുറം അടിപിടിയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒന്ന് 2-3-4-5 പ്രാവശ്യം അപ്പുറം കൊത്തലുണ്ടാവും. പക്ഷെ എന്നാലും വലിയ കാര്യമായിട്ട് നോക്കണ്ട. കാര്യമാകുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഇവർ അപ്പുറം കൊത്തി ചോര വരുന്ന സമയമാണ് ഇത് നമുക്ക് പ്രശ്നത്തിലേക്ക് പോവുക. പിന്നെ വേറൊരു കാര്യം പറയുന്നത് നമുക്ക് ഈ എന്താ പറയുക ഈ കൂട്ടിൽ അമിതമായിട്ടുള്ള വെളിച്ചം വരുമല്ലോ, ഭയങ്കര സൂര്യപ്രകാശമൊക്കെ കൂട്ടിലേക്ക് അടിക്കുക, ഫുൾ ടൈം ലൈറ്റൊക്കെ ഇട്ടേക്കുക, അങ്ങനത്തെ അത് ഞാൻ ഉദ്ദേശം മെയിനായിട്ട് നമ്മളെ സൂര്യപ്രകാശം അങ്ങനെ ഓവറായിട്ട് ഈ സൂര്യപ്രകാശമൊക്കെ നമ്മളെ കൂട്ടിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അതും ഇവർക്ക് എന്താ പറയണ്ടേ ഒരു ഇറിറ്റേഷൻ പോലത്തെ സംഭവം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സമയം ഇവർക്ക് ഈ കൊത്താനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് പറയാനുള്ളത് എന്താ പറയുക ഈ ആധിപത്യം സ്ഥാപിക്കൽ എന്നാണ്. ഈ ചില കോഴികൾക്കുണ്ട് ഈ പെക്കിംഗ് ഓർഡർ എന്നൊക്കെ പറയും. ഈ കോഴികളെന്ന് വെച്ചാൽ എന്താ പറയണ്ടേ അവർ
ആ ഒരു ഞാനാണ് ഇവിടുത്തെ വലിയ സംഭവം എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു ആധിപത്യം സ്ഥാപിക്കുന്ന ഇതുണ്ടല്ലോ, അത് അങ്ങനത്തെ മെയിനായിട്ട് നാടൻ കോഴികളൊക്കെ ഉണ്ടാവാറ്. ഓക്കെ, അപ്പോൾ അവരാണ് ഇവിടുത്തെ മെയിൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ആധിപത്യം സ്ഥാപിക്കുന്നൊരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതിൽ പക്ഷേ അതൊന്നും വലിയ കാര്യമായിട്ട് ആക്കാമെന്നില്ല. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താ പറയണ്ടേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവരിങ്ങനെ കൊത്തി പരിക്കേൽപ്പിക്കുന്നില്ല, ചെറിയ ചെറിയ കൊത്തലൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും നോക്കുക. നിങ്ങളെ കൂട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഓരോ കാര്യങ്ങളായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മളെ ഓവറായിട്ട് വെളിച്ചം കയറുന്നത്, പിന്നെ നമ്മളെ വെള്ളത്തിൻ്റെ കുറവ്, പിന്നെയുള്ളത് സ്ഥലത്തിൻ്റെ കുറവ്. നമ്മൾ സ്ഥലത്തിൻ്റെ കുറവുണ്ടാകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നം വരും. പിന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, ഈ പരിക്കേറ്റ കോഴിയെ ആ കൂട്ടിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ പിന്നെ അതിനെ കൂട്ടുന്ന മാറ്റുക, പിന്നെ പുതിയ കോഴികളെ കൂട്ടത്തിൽ ചേർക്കൽ. ഈ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ കോഴിക്കൂട്ടിൽ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആദ്യം അതൊക്കെ ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്, അതായത് ഇങ്ങനെ ഇതൊക്കെ എല്ലാം ക്ലിയർ, ഇപ്പോൾ ഈ മേലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയറാണ്. പക്ഷേ എന്നിട്ടും കോഴികൾ അപ്പുറം ഇപ്പുറം കൊത്തുകൂടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇനി ആകെ ചെയ്യാനുള്ളത് ഈ ലാസ്റ്റ് പറയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് പറയുന്നതിന് മുമ്പേ നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഈ കോഴികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അധികം എന്താ പറയുക കേജിലൊക്കെ ഇട്ട് വളർത്തുമ്പോൾ നമ്മൾ അതിനെപ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം. നമ്മൾ വെറുതെ അവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ടിട്ട് ഇങ്ങനെ ഓക്കെ ഇത് ഒരു മെഷീൻ പോലെ തീറ്റ കൊടുക്കും മുട്ട വരും, തീറ്റ കൊടുക്കും മുട്ട വരും, ആ ലെവലിൽ നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല. അവരെപ്പോഴും നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം. നമ്മൾ ആ ഒരു കൂട്ടിനെ പറ്റി നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. നമ്മൾ ആ രാവിലെ കൂട്ടിൽ പോകുമ്പം ഏതെങ്കിലും കോഴിക്ക് വയ്യാതിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നോക്കണം. നമ്മൾ ചിലപ്പോൾ അങ്ങ് വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതവർക്ക് ഭയങ്കര ഒരു ഹാബിറ്റായിട്ട് മാറുകയും ചെയ്യും. നമുക്ക് ഭയങ്കര പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് മെയിൻ കാര്യം എന്താ ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കൂട്ടിൽ ക്ലിയറാണ്, എന്നിട്ടും നമ്മൾ കോഴികൾ കൊത്തു കഴിയുന്നുണ്ടെങ്കിൽ പിന്നെയുള്ളത് നമ്മൾ തീറ്റയിലുള്ള പ്രശ്നമാണ്. പ്രോട്ടീൻ കുറവ്, വൈറ്റമിൻസ്, പിന്നെ അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവ്. ഇതിൽ മെയിനായിട്ട് കാൽസ്യത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് പിന്നെ കോഴികൾ ഇങ്ങനെ കൊത്താൻ തുടങ്ങുക. അതായത് കാൽസ്യത്തിൻ്റെ കുറവ് എന്ന് പറയുന്ന കാരണം നമ്മൾ തീറ്റയുണ്ടല്ലോ, തീറ്റയിൽ ഈ പറഞ്ഞ ഈ മുട്ടത്തീറ്റയൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഈ എന്താ പറയണ്ടേ കാൽസ്യം കണ്ടൻ്റൊക്കെ കുറവാണെങ്കിൽ ഈ കോഴികൾ അപ്പുറം ഇപ്പുറം കൊത്താൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തീറ്റ കൊടുത്തിട്ടും ഈ മുട്ടത്തീറ്റ എല്ലാം കൊടുത്തിട്ടും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റ് വാങ്ങാം. അതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റ് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോവുക. അപ്പോൾ പറയും എത്ര പ്രായമുള്ള കോഴിയാണ്, അപ്പോൾ കോഴികൾക്ക് വേണ്ട കാൽസ്യം സപ്ലിമെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ലിക്വിഡ് ടൈപ്പ് ഉണ്ടാവുക. എന്നിട്ട് അത് വാങ്ങിയിട്ട് കുടിക്കുന്ന വെള്ളത്തിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഈ പ്രശ്നം ഏകദേശം ഒരു 90-99% ഈ പ്രശ്നം അവിടെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും കോഴികളെ പറ്റി നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാണ്. നമ്മളെ കോഴികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഒരു പനിയോ കാര്യങ്ങളോ തുമ്മലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. നമ്മളത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പിന്നെ നമ്മളെ കൺട്രോളിന് പുറത്തേക്ക് പോകും. അപ്പോൾ എപ്പോഴും നമ്മളെ കൂടും നമ്മൾ നല്ലൊരു എന്താ പറയണ്ടേ ഒരു ആത്മബന്ധം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഇതിലേക്ക് നമ്മളെപ്പോഴും കോഴിക്കൂടും നമ്മൾ തമ്മിൽ ഉണ്ടാവണം. എന്നാലും മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂ, നമ്മളതിന് നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.